നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് വ്ളാഡിമിർ പുടിൻ. ഇപ്പോഴിതാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃവൈഭവത്തെ ലോകം അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെടുന്നത്. റഷ്യൻ വിദ്യാർത്ഥി ദിനത്തോടനുബന്ധിച്ച് ഗ്രാൻഡ് മേഖലയിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ പ്രശംസിച്ചത്. ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ടുഡേ ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച വ്ളാഡിമിർ പുടിൻ ചില പ്രത്യേക കാരണങ്ങൾ കൂടി അതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നേതൃപാടവത്തെ അഭിനന്ദിക്കുക മാത്രമല്ല, മറിച്ച് ഇന്ത്യ ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നേട്ടങ്ങളെ കുറിച്ചും റഷ്യക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നുകൂടി ഈ പുടിന്റെ പ്രസംഗം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം റഷ്യയിൽ നിന്നാണ് വരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. $23 ബില്യൺ ഞങ്ങളുടെ കമ്പനിയായ റോസനെഫ്റ്റ് ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു ഓയിൽ റിഫൈനറി ഏറ്റെടുത്തിട്ടുണ്ട്. പെട്രോൾ സ്റ്റേഷനുകളുടെ ശൃംഖല ആരംഭിച്ചിട്ടുണ്ട്. ഒരു തുറമുഖം തുടങ്ങിയിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ കൂടി പുടിൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യ തുടരുന്ന ഒരു വിദേശ നയം, അതിനെയാണ് കൃത്യമായും പുടിൻ അംഗീകരിച്ചിരിക്കുന്നത്, അഭിനന്ദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ വിദേശ നയത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി ഇന്ത്യ നേരിടുന്നുണ്ട്. ഒന്നാമതായി അത് കാനഡയുമായി ഉണ്ടായ ഒരു നയതന്ത്ര ബന്ധത്തിലെ ഉലച്ചിൽ തന്നെയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് മാലിദ്വീപുമായും നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു പഴയ നയത്തിലൊക്കെ വലിയ മാറ്റം വന്നത്. തീർച്ചയായും ഇത് അതത് ഭരണകൂടങ്ങൾ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ മാത്രമാണ് ഉണ്ടായത്. അതിന് തൊട്ട് മുൻപ് വരെ മാലിദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ സ്വന്തം സംസ്ഥാനം എന്ന പോലെ കരുതി കണ്ട് സംരക്ഷിച്ചു പോകുന്ന ഒരു പാരമ്പര്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിദേശ നയത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു അംഗീകാരം നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൂടി കാണേണ്ടതുണ്ട്. കാരണം എന്നാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയത് അന്ന് മുതൽ തന്നെ അദ്ദേഹം കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നാണ് മോദിയെ ഒരിക്കലും രാജ്യത്ത് കാണാറില്ല, അദ്ദേഹം എപ്പോഴും വിദേശ രാജ്യത്താണ്, അദ്ദേഹം എപ്പോഴും വിദേശത്തേക്ക് പറക്കുകയാണ് തുടങ്ങിയ വിമർശനങ്ങളൊക്കെയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അതിനോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളും വലിയ തോതിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെയൊക്കെ ചിറകൊടിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും അന്ന് മോദിയെ വിമർശിച്ചവർ അറിയുക, മോദി വിദേശ രാജ്യത്ത് പോയി അവരുടെ സൽക്കാരം സ്വീകരിച്ചിരിക്കുക മാത്രമല്ല, മറിച്ച് കൃത്യമായ വിദേശ നയങ്ങൾ അല്ലെങ്കിൽ വിദേശ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സന്ദർശനങ്ങളൊക്കെയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ രാജ്യങ്ങളുടെയൊക്കെ വിശ്വാസം നേടാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട്. വിദേശ സന്ദർശനങ്ങളിലൂടെ മോദി ഒന്നും വ്യക്തിപരമായി നേടിയിട്ടില്ല, മറിച്ച് ഇന്ത്യ ഒരുപാട് നേടിയിട്ടുണ്ട് താനും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ഈ അഭിനന്ദനം പോലും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.